അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ഫിഖിന്റെ എക്സാം ആണ്. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നാളെ നടക്കുന്ന പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എന്നാൽ നിങ്ങളെപ്പോലെ ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളെ പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോ നോക്കാം. ഒന്നാമത്തെ സിൽ ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കുക. ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നതിന് യോജിച്ചത് മൂന്നാമത്തെ കോളത്തിലുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ നിന്ന് യോജിച്ച ആൻസർ എടുത്ത് രണ്ടാമത്തെ കോളത്തിൽ എഴുതി കൊടുക്കാം. അക്രമകാരികളിൽ നിന്ന് ഈ മയ്യിത്തിന്റെ സമ്പത്ത് നീ സൂക്ഷിക്കണം. ഇത് മയ്യിസ്കാരത്തിന്റെ പ്രാർത്ഥന ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു പ്രാർത്ഥനയാണ്. ദുആഉൻ ദുന്യവിയൻ, ദുന്യവിയായ പ്രാർത്ഥന. ഇതാണ് ശരിയായ ആൻസർ. 2 ഷർത്ത് സലാത്തിൽ മയ്യിത്ത്, മയ്യിസ്കാരത്തിന്റെ ഷർത്ത്. തഖദ്ദുമി തുഹുരിൽ മയ്യിത്ത്, മയ്യിത്തിന്റെ ശുദ്ധി മുന്തുക. 3 റുക്നു സലാത്തിൽ മയ്യിത്ത്, മയ്യിസ്കാരത്തിന്റെ റുക്നിൽ പെട്ടതാണ് അന്നിയ്യത്തു ഇന്ദ തക്ബീറത്തുൽ തഹ്റം, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത ഉടനെ നിയ്യത്ത് ചെയ്യാം. 4 അഫ്ളലു ഫിൽ കഫനി, കഫനിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഖുത്രിൽ അബിയദു, വെള്ള പരുത്തി തുണിയാണ്, വെള്ള കോട്ടൺ തുണിയാണ്. അഖലിൽ കഫനി, കഫനിൽ നിന്ന് ചുരുങ്ങിയത് സൗബൻ യസ്തുറു ജമീഅൽ ബദനി, ശരീരം മുഴുവനും മറയുന്ന ഒരു കഷ്ണം തുണി. 6 ഇദാ മാതൽ മുസ്ലിമു ഫയംബഗി മുബാദറത്തു, ഒരു മുസ്ലിം മരിച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്യൽ അനിവാര്യമാണ്. ഇലാ തജീസി, മയ്യിത്തിന്റെ പരിപാലനം. 7 യതഅക്കദു അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിന്റെ മേലും ശക്തിയായ സുന്നത്താണ് ദിക്റുൽ മൗതി ബിഖൽബി, ഹൃദയം കൊണ്ട് മരണത്തെ ഓർമ്മിക്കുക. 2 ബയ്യിനുൽ അഹ്കാം, വിധി വിശദീകരിക്കുക. മുആലാത്ത് ഫിൽ കഫനി, കഫനിൽ നിന്ന് മുന്തിയ വസ്ത്രം ഉപയോഗിക്കുക. കഫൻ ചെയ്യുമ്പോൾ മുന്തിയ വസ്ത്രം ഉപയോഗിക്കല് കറാത്താണ്. സത്റു റഅസു മയ്യിത്തിൽ മുഹ്രിം, ഇഹ്റാം ചെയ്തതിനു ശേഷം മരിച്ച മയ്യിത്തിന്റെ തല തുറന്നിടല് ഹറാമാണ്. ഇഹ്റാം ചെയ്തതിനു ശേഷം ഹജ്ജിന് ഇഹ്റാം ചെയ്തതിനു ശേഷം മരിച്ച മയ്യിത്തിന്റെ തല മറക്കല് ഹറാമാണ്. 3 തമന്നിൽ മൗതി ലിലുറ്റിൻ നസല ബിഹി, മരണം ആസന്നമായ ഒരു രോഗി അല്ലെങ്കിൽ ഒരു സാധാ രോഗി, അവനക്ക് ഇറങ്ങിയ പ്രയാസം കൊണ്ട് അവന് മരിക്കണം എന്ന് ആഗ്രഹിക്കുക, അത് കറാത്താണ്. 4 സബ്ർ അൽ മയ്യിത്തി മറദി, രോഗത്തിന്റെ മേലെ ക്ഷമിക്കുക സുന്നത്താണ്. 3 അജിബ്, ഉത്തരം പറയുക. അൽ വിയാദത്തു സുന്നത്തുൻ ലിമൻ, രോഗ സന്ദർശനം സുന്നത്താണ്. ആരെയെല്ലാം സന്ദർശിക്കലാണ് സുന്നത്ത്? മരിയിലെ മുസ്ലിമായ മയ്യിത്തിന്, ദിമ്മിയിൻ കരീബായ ദിമ്മിയായ കാഫിർ, പിന്നെ ഔജാരിൻ അയൽവാസികൾ. 2 തുക്റു ഇതാനത്തുൽ മുഖസി ഇന്ദൽ മരീദി മത, രോഗിയുടെ അടുക്കൽ കൂടുതൽ സമയം താമസിക്കൽ കറാത്താണ് എപ്പോഴും. മാലമെഫം പിന്നെ റഹബത്തും ഫിയ, ആ രോഗിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ കൂടുതൽ താമസിക്കല് കറാത്താണ്. അപ്പൊ രോഗിക്ക് അവിടെ നിൽക്കല് താല്പര്യമില്ലെങ്കിൽ കൂടുതൽ സമയം നിൽക്കല് കറാത്താണ്. ചോദ്യം,
3. ഷാർ സാക്കിത്തു മിനൽ മയ്യിത്തി മാദാ യുഫ്അലു ബിഹി. കഫൻ ചെയ്യുമ്പോൾ കഫൻപുടയിലേക്ക് മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വീണു പോയ മുടി എന്ത് ചെയ്യണം? യുറദ്ദു ഷാറു സാക്കിത്തു മിനൽ മയ്യിത്തി ഇലാ കഫനി ലിയുദ്ഫന മാഹു. കഫൻ ചെയ്യുമ്പോൾ ആ വീണു പോയ മുടി അതിൽ വെച്ച് കഫൻ ചെയ്യേണ്ടതാണ്. 4. അക്മലുൽ കഫനി ലിറജുലി മാഹുവ. കഫനിൽ നിന്ന് പുരുഷന് പൂർണ്ണമായത് എന്ത്? സലാസു അസ്വാബിൻ മുതസാവിയത്തിൻ യസ്തുറു കുല്ലു മിന്ന ജമീഅ ബദനി വയജൂസു ദാത ഖമീസു വഇമാമത്തുൻ. പൂർണ്ണമായും മറയുന്ന 3 തുണി, അതിന്റെ താഴെ ഒരു കമീസും ഒരു തലപ്പാവും ജായിസാണ്. 5. യൽസമ ഫിൽ മയ്യിത്തി അർബഅത അശ്യാഇൻ ഉക്തുബ സലാസത മിന്ന. മയ്യിത്തിന് നിർബന്ധമായി ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. അതിൽ 3 എഴുതുക. വസ്ലു മയ്യിത്തിനെ കുളിപ്പിക്കുക, തക്ഫീന് മയ്യിത്തിനെ കഫൻ ചെയ്യുക, വസ്സലാത്തു അലൈഹി മയ്യിത്തിനെ നിസ്കരിക്കുക, വദഫ്നു മറവ് ചെയ്യുക. 4. ബയ്യൻ വിശദീകരിക്കുക. ഹക്കുൽ മയ്യിത്തി ഫിൽ കഫനി. കഫനിൽ നിന്ന് മയ്യിത്തിന്റെ ഹക്ക് എന്താണ്? ഇസ്ഖാത്തു സായിദി അലാ സാത്തിൽ ഔറ. ഔറത്ത് പൂർണ്ണമായും മറക്കുന്നതിനേക്കാളും കൂടുതലുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. 2. അക്മലുൽ കഫനി ലിലുൻസ. കഫനിൽ നിന്ന് സ്ത്രീയുടെ പൂർണ്ണമായ കഫൻ ചെയ്യൽ എങ്ങനെയാണ്? ഇസാറുൻ ഒരു അരയുടുപ്പ്, കമീസ് ഒരു നീളം കുപ്പായം, ഹിമാറ് മുഖമക്കന, ലിഫാഫത്താനി പൂർണ്ണമായും മൂടുന്ന 2 കഷ്ണം തുണി. 3. കൈഫിയത്തു ഇൽജാഇൽ മുഹ്തളരി. മരണമാസന്നമായ രോഗിയെ കിടത്തേണ്ട രൂപം എങ്ങനെയാണ്? ലിജംബിൽ ഐമൻ ഇലാ കിബിലി. വലതു ഭാഗം കിബിലേക്ക് തിരിച്ച് കിടത്തണം. 5. റത്തീബ് യോജിപ്പിക്കാം. ഇവിടെ ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ക്രമത്തിലാക്കിയത് ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാദ ഫൈന ഖൈറു സിയാബിക്കും കഫിനു ഫിയ മുഖ്താക്കും. ചിലപ്പോൾ അതിന്റെ അർത്ഥം ചോദിക്കാറുണ്ട്. അപ്പൊ അർത്ഥം മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. തീർച്ചയായും വസ്ത്രങ്ങളിൽ വെച്ച് വെള്ള വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ മരണപ്പെട്ടാൽ അതിൽ തന്നെ കഫൻ ചെയ്യുക. 6. കമ്മിൽ പൂരിപ്പിക്കാം. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഇതിനു ശേഷമുള്ള ദുആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ദുആ നമ്മള് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ദിക്ർ ദുആ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ ദിക്റുകൾ ദുആകളൊക്കെ സ്ഥിരമായി ചെയ്യുക. ആ പരിശീലനം അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ദിക്റുകളെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തുന്നത്. 7. ചോദ്യം മുക്തുലമായ അർത്ഥം എഴുതുക. 1. റമദ് ചെങ്ങണ്ണ. 2. മിസ്ത് ചീർപ്പ്. 3. ഒയ്ബ് ഇടവിട്ട്. 4. തൻഷീഫ് തോർത്തൽ. ഈ രീതിയിലാണ് നാളെ ചോദ്യങ്ങൾ ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക, ചോദ്യത്തിന്റെ മാതൃക മനസ്സിലാക്കുക, നന്നായിട്ട് പാഠം വായിക്കണം, തദ്രീബാത്ത് വായിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അല്ലാഹു നാളത്തെ പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.